നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നേ SCRT സയൻസ് ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകിയ ഒരു ചോദ്യ പേപ്പറാണ് എടുത്തേക്കുന്നത്. UPSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. UPSA, LPSA ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ പ്രാധാന്യം SCRT സയൻസിന് തന്നെയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ 4 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4 ചോദ്യങ്ങൾക്ക് 100-ലധികം ഫാക്ട്സ് ആയിരിക്കും നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകാൻ പോകുന്നത്. ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ പഠിച്ചിട്ട് പോകാം. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്തായാലും ക്ലാസ്സിലോട്ട് പോയാലോ? ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് അശ്വതി. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അല്ലേ മെമ്പേഴ്സ് കൂടി ഒരു ബിഗ് ഫാമിലി ആവത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ഫ്യൂസിലാണ്. SCRT ഫാക്റ്റ് ആണ്. സുരക്ഷാ ഫ്യൂസിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ ആദ്യത്തെ ചോദ്യം. അതങ്ങ് പഠിച്ചേക്കാം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏതിനകത്താ? സുരക്ഷാ ഫ്യൂസില്. അപ്പോൾ ഈ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത് ഒരു സംരക്ഷണ സംവിധാനമാണ്. ഒരു സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നത് മൂലം ഉണ്ടാവുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മളെയും അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സേഫ്റ്റി ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ്. ഈ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്ന ലോഹ സങ്കരങ്ങൾ ഏതൊക്കെയാ? ടിന്നും ലെഡും ആണ്. ടിന്നും ലെഡും ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഫ്യൂസ് വയറിന് ഉയർന്ന ദ്രവണാങ്കമാണോ താഴ്ന്ന ദ്രവണാങ്കമാണോ ഉള്ളത്? താഴ്ന്ന ദ്രവണാങ്കമാണ് ഫ്യൂസ് വയറിനുള്ളത്. ഈ ഫ്യൂസ് വയറിനെ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാ ഘടിപ്പിക്കുന്നത്? ശ്രേണി രീതിയിലാണോ, അതായത് സീരീസ് കണക്ഷൻ ആണോ, പാരലൽ കണക്ഷൻ ആണോ, സമാന്തര രീതിയിലാണോ? ശ്രേണി രീതിയിലാണ് ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. 4 പോയിന്റ്സ് ഇപ്പൊ പഠിച്ചല്ലോ. ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞ? ഒരു സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ വീട്ടുപകരണങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. സുരക്ഷാ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്ന ലോഹ സങ്കരം ടിന്നും ലെഡും ആണ്. ഈ ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമാണേ ഉള്ളത്. ഫ്യൂസ് വയർ സർക്യൂട്ടിൽ എങ്ങനെയാ ഘടിപ്പിക്കുന്നത്? സർക്യൂട്ട് എന്നാണ് മലയാളത്തിൽ എഴുതുന്നത്. നമ്മൾ ഇംഗ്ലീഷിലാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് ശ്രേണി രീതിയിലാണ്. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞു, താഴ്ന്ന ദ്രവണാങ്കം ഉണ്ടായിരിക്കണം, പിന്നെ ഉയർന്ന പ്രതിരോധം ഉണ്ടായിരിക്കണം, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഇനി ട്രാൻസ്ഫോമറുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകള് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ. അങ്ങനെയാണെങ്കിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളോ? അത് ഓട്ടോമോട്ടീവ് ഫ്യൂസ് ആണ്. ഓട്ടോമോട്ടീവ് ഫ്യൂസ്. ഇനിയില്ലേ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് അപ്പോൾ നമ്മൾ ദിനംപ്രതി കേട്ട് വരുന്ന ഒരു വാക്കാണ് ഷോർട്ട് സർക്യൂട്ട്. എന്തോ ഷോർട്ട് സർക്യൂട്ട്? ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധം ഇല്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു സർക്യൂട്ടില് താങ്ങാനാവുന്നതിലധികം പവർ ഉള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനെയാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഈ വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജുകളുടെ ഒരു ഫ്ലോ ആണ്. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് ഇലക്ട്രിക് കറണ്ട്. ഇനി ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? അമ്മീറ്റർ. അമ്മീറ്റർ ആണ് ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം. കറണ്ടിന്റെ യൂണിറ്റോ? ആംബിയർ. ആംബിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് എന്തോ പറയാം? കൂളോം പെർ സെക്കൻഡ്. കാരണം കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Q/T എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാലോ. Q എന്ന് പറയുന്നത് എന്തുവാണ്? ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോം. കൂളോം പെർ സെക്കൻഡ് ആണ് കറണ്ടിന്റെ യൂണിറ്റ്. ആംബിയർ അല്ലെങ്കിൽ കൂളോം പെർ സെക്കൻഡ്.
ഞാൻ ഈ പറയുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ SCERT ബേസ്ഡ് ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ SCERT 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിച്ചേക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു ചാപ്റ്റർ പോലും വിടാതെ പഠിച്ചേക്കണം. അതിനകത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകണം. പിന്നെ PSC ഇപ്പം ന്യൂ പാറ്റേൺ രീതിയിലാണല്ലോ ചോദിക്കുന്നത്. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീമേ SCERT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ഈ SCERTയുടെ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ചോദ്യങ്ങളും കൂടി മുഴുവനായിട്ട് ഉൾപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്, MCQs ഉണ്ട്, ചിത്രീകരണ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ പുസ്തകം ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കുന്നില്ല, പുസ്തകമാണ്. ഒരുപാട് പേര് വാങ്ങി നല്ല അഭിപ്രായം പറഞ്ഞതാ, ഒരുപാട് നന്ദി. അപ്പോൾ പുസ്തകം വാങ്ങാത്തവരുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്ക്രീനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏകദേശം ഒന്ന് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ത്? നേരത്തെ പറഞ്ഞ ഫാക്റ്റ് ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. കൂളോം ആണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്. ഇനി കുറച്ച് യൂണിറ്റ്സുകൾ നോക്കാം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ഏതാ? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റോ, അതായത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ്. മർദ്ദത്തിന്റെ യൂണിറ്റ്, പ്രഷറിന്റെ യൂണിറ്റ് ഏതാ? പാസ്കൽ. പാസ്കൽ ആണ്. സാന്ദ്രത, ഡെൻസിറ്റി എന്നാൽ മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്നാൽ മാസ് ബൈ വോളിയം അല്ലേ ഡെൻസിറ്റി. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പൊ ഡെൻസിറ്റി, സാന്ദ്രതയുടെ യൂണിറ്റ് എന്തുവാണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. വേഗത, വെലോസിറ്റി, സ്പീഡ്, ഇതിന്റെയൊക്കെ യൂണിറ്റ് ഏതാ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ്, നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ, ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. പിന്നെ ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. ജൂൾ എന്ന് പറയുന്നത് ഊർജത്തിന്റെ മാത്രം യൂണിറ്റ് അല്ല. ഊർജം, താപം, പ്രവൃത്തി. ഊർജം, താപം, പ്രവൃത്തി, ഇവയുടെയൊക്കെ യൂണിറ്റ് എന്തുവാണ്? ജൂളാണ്. ഇനി പവറിന്റെ യൂണിറ്റ് എന്തുവാണ്? പവറിന്റെ യൂണിറ്റ് വാട്ട്. പവറിന്റെ യൂണിറ്റ് വാട്ട്. അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് എങ്ങനെ നോക്കാം? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. വർക്കിന്റെ യൂണിറ്റ് എന്താ? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ ജൂൾ പെർ സെക്കൻഡും പറയാം പവറിന്റെ യൂണിറ്റ്. റെസിസ്റ്റൻസ്, പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്തുവാണ്? ഓം ആണ്. ഓം. താപനിലയുടെ യൂണിറ്റോ? കെൽവിൻ. കെൽവിൻ ആണ് SI യൂണിറ്റ്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, അത് മറ്റു യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ് ഏതാ? കെൽവിൻ ആണേ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതം. ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആംബിയറേജ്. ആംബിയറേജ് ആണ്. പവറും വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഏത്? ആംബിയറേജ്. ഈ ഗേജ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരു ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ ഉൽക്രമം. വ്യാസം എന്നാൽ ഡയമീറ്റർ. ഒരു ചാലക കമ്പി എടുത്താൽ അതിന്റെ ഡയമീറ്ററിന്റെ ഉൽക്രമം റെസിപ്രോക്കൽ ആണ് ഗേജ്. ഈ ഗ്രഹ വൈദ്യുത സർക്യൂട്ടിലെ ഉപകരണങ്ങളെയൊക്കെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തുവാ? ഓരോ ഉപകരണവും പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സമാന്തര രീതി പാരൽ കണക്ഷനിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ ഓരോ ഉപകരണവും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഒരേ വോൾട്ടത എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കുന്നു. ഒരേ വോൾട്ടത എല്ലാ ഉപകരണങ്ങളിലും ലഭിക്കുന്നു. കൂടാതെ ഓരോ ഉപകരണവും പ്രത്യേകം സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാനും സാധിക്കുന്നു. ഈ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി AC ആണോ DC ആണോ? AC ആണേ. AC ആണ് വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി. മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയോ? അത് DC ആണ്. DC. ഇനി ACയെ DC ആക്കുന്ന സംവിധാനമാണ് റെക്ടിഫയർ. ACയെ DC ആക്കുന്ന ഒരു സംവിധാനമാണ് റെക്ടിഫയർ. റെക്ടിഫയറിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഡയോഡ്. ഡയോഡ് എന്നത് റെക്ടിഫയറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. തിരിച്ച് DCയെ AC ആക്കുന്ന സംവിധാനമാണ് ഓസിലേറ്റർ. ഓസിലേറ്റർ. ACയെ DC ആക്കുന്ന സംവിധാനം റെക്ടിഫയർ. റെക്ടിഫയറിലെ പ്രധാനപ്പെട്ട ഘടകമാണ് ഡയോഡ്. DCയെ AC ആക്കുന്ന സംവിധാനമാണ് ഓസിലേറ്റർ.
ഇനി പവറിന്റെ യൂണിറ്റ് വാട്ട് ആണെന്ന് പറഞ്ഞു. അപ്പൊ പവർ എന്നാൽ യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുത ഊർജത്തെയാണ് പവർ എന്ന് പറയുന്നത്. അതാണ് വർക്ക് ബൈ ടൈം. അല്ലെങ്കിൽ പവറിന്റെ യൂണിറ്റ് വേറൊരു യൂണിറ്റ് ഏതാ പറഞ്ഞേ? ജൂൾ പെർ സെക്കൻഡ്. മെയിൻ ആയിട്ടുള്ള യൂണിറ്റ് വാട്ട് ആണ്, വാട്ട്. ഇനി വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വാട്ട് അവർ മീറ്റർ. വാട്ട് അവർ മീറ്റർ ആണ് വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി വൈദ്യുതോർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാ? കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ ആണ് വൈദ്യുതോർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്. ഇനിയില്ലേ, ഈ 3 പിൻ പ്ലഗ് എടുത്ത അതിനകത്ത് വലിയ പിന്ന്, ഈ വലിയ പിൻ എന്തുവാണ്? എർത്ത് പിന്നാണ്. അപ്പൊ ഈ 3 പിൻ പ്ലഗിലെ വലിയ പിന്ന് സമ്പർക്കത്തിൽ വരുന്ന ലൈനിനെ എന്താ പറയാ? എർത്ത് ലൈൻ. എർത്ത് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? നേരിയ കറണ്ട്, ഫീബിൾ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ നമ്മളെ സ്കൂളുകളിൽ ഫിസിക്സ് ലാബിൽ ഈ ഗാൽവനോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. നേരിയ കറണ്ടിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഈ അമ്മീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? അമ്മീറ്റർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. പിന്നെ വോൾട്ട് മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ടാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. വാട്ട് അവർ മീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു? വൈദ്യുതോർജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. റെക്ടിഫയർ എന്തിനാ യൂസ് ചെയ്യുന്നത്? AC-യെ DC ആക്കി മാറ്റുന്നതിന്. ട്രാൻസ്ഫോമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? AC വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നതാണ് ട്രാൻസ്ഫോമർ. AC വോൾട്ടത ഉയർത്താനോ താഴ്ത്താനോ ആണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. കമ്മ്യൂട്ടേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? വൈദ്യുതിയുടെ ദിശ മാറ്റാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി അനിമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കാൻ വേണ്ടി. കാറ്റിന്റെ ശക്തിയും വേഗതയും അളക്കാനാണ് അനിമോമീറ്റർ ഉപയോഗിക്കുന്നത്. ഓഡിയോമീറ്ററോ ശബ്ദ തീവ്രത അളക്കാനാണ് ഓഡിയോമീറ്റർ ഉപയോഗിക്കുന്നത്. ടാക്കോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? വിമാനങ്ങൾ, ബോട്ടുകൾ എന്നിവയുടെ വേഗത അളക്കാൻ വേണ്ടിയിട്ടാണ് ടാക്കോമീറ്റർ ഉപയോഗിക്കുന്നത്. അൾട്ടിമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഉയരം അളക്കാൻ. ഉയരം അളക്കാനാണ് അൾട്ടിമീറ്റർ. ഹൈഗ്രോമീറ്ററോ ആർദ്രത. ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ സാന്ദ്രത, ഹൈഗ്രോമീറ്റർ ആണെങ്കിൽ ആർദ്രത. ബാരോമീറ്ററോ അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ടാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. തെർമോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഊഷ്മാവ് അളക്കാൻ. ഊഷ്മാവ് അളക്കാനാണ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നത്. വിൻഡ് വെയിൻ കാറ്റിന്റെ ഗതി മനസ്സിലാക്കാനാണ് വിൻഡ് വെയിൻ ഉപയോഗിക്കുന്നത്. അനിമോമീറ്റർ കാറ്റിന്റെ ശക്തിയും വേഗതയും മനസ്സിലാക്കാൻ, വിൻഡ് വെയിൻ കാറ്റിന്റെ ഗതി മനസ്സിലാക്കാൻ. ഓം മീറ്ററോ വൈദ്യുത പ്രതിരോധം അളക്കാൻ. വൈദ്യുത പ്രതിരോധം അളക്കാനാണ് ഓം മീറ്റർ ഉപയോഗിക്കുന്നത്. പൈറോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഉയർന്ന ഊഷ്മാവ്. ഉയർന്ന ഊഷ്മാവ് അളക്കാനാണ് പൈറോമീറ്റർ ഉപയോഗിക്കുന്നത്. ഫാത്തോമീറ്ററോ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ടാണ് ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴം അളക്കാനാണ് ഫാത്തോമീറ്റർ ഉപയോഗിക്കുന്നത്. താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? കലോറിമീറ്റർ. കലോറിമീറ്റർ ആണ് താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഏതാണ്? കലോറിമീറ്റർ. ഓക്കെ, അപ്പൊ ഈ 4 ചോദ്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 4 ചോദ്യവും SCRT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പുസ്തകം വാങ്ങിയാൽ മതി. പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പുസ്തകത്തിനകത്ത് ഓരോ ചാപ്റ്ററായിട്ട് എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ ഞാനിങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ക്ലാസ്സുകളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്തിട്ടൊന്ന് പോവുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.